കൊന്നിച്ചിവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കോമിക്. നമ്മളിന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 190 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ചുരുക്കം പറയാനാണെങ്കിൽ ഇനി വെറും 15 ചാപ്റ്റേഴ്സും കൂടെയുള്ളൂ ഡീമൺ സ്ലെയർ എന്ന് പറയുന്ന സീരീസ് കംപ്ലീറ്റ്ലി തീരാനായിട്ട്. സോ ഡീമൺ സ്ലെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും മാങ്കയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പേര് താഴെ കമന്റ് ചെയ്ത് പറഞ്ഞേക്ക്. നമ്മൾ ഓൾറെഡി തന്നെ വൺ പീസ് കൈജു നമ്പർ 8 അതേപോലെ ബ്ലാക്ക് ക്ലോവർ ചെയ്യുന്നുണ്ട്. സോ ഇനി ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ 8 പേരുടെ പേരുകളാണ്. ഇനി ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്റെ ബ്ലേഡ് റെഡ് കളറിൽ തിളങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഞാൻ എല്ലാം നശിപ്പിച്ചു കളഞ്ഞെന്നാണ്. കാരണം അതങ്ങനെ തിളങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറാൻ തുടങ്ങി. മുസാനെ പെർഫെക്റ്റ് ആയിട്ട് കൊല്ലാൻ വേണ്ടി ഞാൻ അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊന്നിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. എന്നാൽ അതുമൂലം എനിക്ക് കിട്ടേണ്ട ഓക്സിജന്റെ അളവ് കുറയുകയും ഞാൻ ആ ബാറ്റിൽ ഫീൽഡിൽ ബോധം കെട്ടി വീഴേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. സനമി ഒബിനായനെ വിളിച്ചു കിടന്ന് കാറുന്നുണ്ട്. മുസാന്റെ കൈകളാട്ടെ നമ്മുടെ ഒബനായനെ കൊല്ലാൻ വേണ്ടി തൊട്ടടുത്ത് വരെ എത്തി. പുള്ളിക്കാരൻ മനസ്സിൽ ഇങ്ങനെ കുറെ അധികം ചിന്തിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഒരാളെങ്കിലും ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. മിത്സൂരി ഫൈറ്റ് ചെയ്ത് കണ്ടില്ലേ, അവൾ ഫൈറ്റ് ചെയ്ത പോലെ നിന്റെ മാക്സിമം കൊടുത്ത് തന്നെ നീ ഫൈറ്റ് ചെയ്യണം. നമ്മുടെ ഒബനായുടെ കൈകൾ ഒഴിച്ച് ബാക്കി എല്ലാ സെൻസസും പുള്ളിക്കാരനെ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഗിയു പെട്ടെന്ന് തന്നെ ഒബനായനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ വരുന്നതിന് മുമ്പ് തന്നെ മുസാന്റെ അറ്റാക്ക് ലാൻഡ് ചെയ്തിരുന്നു. തനിക്ക് ഒബനായനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാൻ നേരത്ത് നേരെ മേലിലേക്ക് നോക്കാൻ നേരത്ത് മേലിൽ ഒബനായ നിൽക്കുന്നു ചാടി. ഇതുപോലെ മുസാനെ സത്യം പറഞ്ഞ ഞെട്ടി. പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് ഒബനായ ഒരു ഒരു പ്രത്യേക രീതിയിൽ ഡോഡ് ചെയ്ത് മാറും. പുള്ളിക്കാരൻ വീണ്ടും സർപ്രൈസ് ആയി. എന്നിട്ട് നോക്കാൻ നേരത്ത് മുസാന്റെ വലത്തെ കൈ വട്ടം മുറിഞ്ഞിരിക്കുന്നു. പുള്ളിക്കാരനൊന്നും മനസ്സിലാകുന്നില്ല. വീണ്ടും റീജനറേറ്റ് ചെയ്ത് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇത് ഇവന്റെ അയൺ ബോൾ കൊണ്ട് സംഭവിച്ചതല്ല, സനമിയുടെ അല്ല. ഗിയോ ആട്ടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നല്ലാതെ നേരെ അറ്റാക്കിങ് ചെയ്യുന്നില്ല. ഒബനായുടെ ബ്ലേഡ് റെഡ് ആയെങ്കിലും അവനും ഇത് സാധിക്കത്തില്ല. പിന്നെ എന്താണ് സംഭവം? ഇതൊക്കെ പോരാഞ്ഞിട്ട് നേരത്തെ അവൻ ഡോഡ് ചെയ്തത് ഒരു പ്രത്യേക രീതിയിലാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മുസാന്റെ ലെഫ്റ്റ് കൈ മുറിയാൻ തുടങ്ങും. അങ്ങനെ മുസാന്റെ ആ ലെഫ്റ്റ് കൈയും പൂർണ്ണമായിട്ടും മുറിഞ്ഞു പോകും. പുള്ളിക്കാരെ ശ്രദ്ധിക്കാൻ നേരത്താണ് പുള്ളിക്കാരൻ ഒരു കാര്യം മനസ്സിലാകുന്നത്. അതൊരു പെർഫെക്റ്റ് കട്ടല്ല, സാധാ ഒരു കട്ടനെ കൊണ്ടല്ല പുള്ളിക്കാരന്റെ കൈ മുറിഞ്ഞെന്ന് പുള്ളിക്കാരൻ മനസ്സിലായി. എന്തോ കയറ്റവും ഇറക്കമൊക്കെയുള്ള ഒരു പ്രത്യേകതരം കട്ടനെ കൊണ്ടാണ് പുള്ളിക്കാരന്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് മനസ്സിലായി. അവരിവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അവരെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം. തമയുടെ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം അവർ ഈ ഫൈറ്റിന്റെ അകത്ത് തന്നെ കിടന്ന് അനങ്ങുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല. അവർ അനങ്ങിയാൽ എനിക്ക് അവരുടെ പ്രസൻസ് അറിയാൻ കഴിയും. ചെറുതായിട്ട് കാറ്റിനെതിരെ സഞ്ചരിക്കുന്നുണ്ട്. 1, 2, 3 അങ്ങനെ 3 പേരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുസാൻ ഒരു ഡയറക്റ്റ് ലോങ് ഒരു അറ്റാക്ക് ചെയ്യും. പെട്ടെന്ന് ഈനോസുക്കെയും കണോവിനെ അതേപോലെ സെന്നിറ്റ്സുവിനെ കാണാൻ സാധിക്കും. സെന്നിറ്റ്സു കിടന്ന് കാണുന്നുണ്ട്, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മുടെ കണവും പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ അവൻ നമ്മളെ കണ്ടുപിടിച്ചിരിക്കുന്നു. യോമി പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ ലോർഡ് ഈനോസുക്കെ പറയുന്നുണ്ട്, നീ എന്നാടാ പൊട്ടാ വിചാരിച്ചത്, ഞങ്ങൾ മരിച്ചു പോകും. വേണമെങ്കിൽ എടുത്തു, എന്റെ കുറെ അധികം പേപ്പേഴ്സ് ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വരി കുറെ അധികം പേപ്പർ വാരി കൂട്ടിക്കൊണ്ടാണ് വന്നത്. പൊട്ട, അതുകൊണ്ട് നീ എന്നെ എത്ര വട്ടം അറ്റാക്ക് ആയിട്ടും കാര്യമില്ല. കാരണം എന്റെ കുറെ അധികം പേപ്പർ ഉണ്ടെന്ന് പറയാൻ നിർത്തി തന്നെ നമ്മുടെ മുസാൻ ഈനോസുക്കനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ഒബനെ അവിടേക്ക് വന്ന് മുസാന്റെ വലത്തും ഇടതുമായ 2 കൈകളും മുറിച്ചു മാറ്റും. എന്നാൽ അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ മുസാന്റെ റീജനറേഷൻ എബിലിറ്റി വളരെ സ്ലോ ആയിട്ടാണ് നടന്നത്. അങ്ങനെ സനമിക്ക് അവിടെ ഒരു കാര്യം മനസ്സിലായി. റെഡ് ബ്ലേഡ് കൊണ്ട് എങ്ങനെ മുസാനെ അറ്റാക്ക് ചെയ്താൽ പുള്ളിക്കാരന്റെ റീജനറേഷൻ എബിലിറ്റി വളരെ പതുക്കെ നടക്കത്തുള്ളൂ. നമ്മുടെ കണോ സെന്നിറ്റ്സും പെട്ടെന്ന് തന്നെ ആ പേപ്പർ വെച്ചുകൊണ്ട് മാഞ്ഞു പോയിക്കൊണ്ട് നമ്മുടെ മുസാനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മുസാൻ ദേഷ്യം വരുന്നുണ്ട്, നിന്നെ പോലുള്ള വീക്ക്ലിങ്സ് എന്നെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കാണാൻ നിർത്തും. വീണ്ടും ഒബനയെ ഒരു അറ്റാക്ക് ചെയ്യും. ഒബനയുടെ ബ്ലേഡ് തൽക്കാലത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ലാതെ അത് ഇപ്പോഴും തിളങ്ങുന്നുണ്ട്. കറക്റ്റ് ടൈമിംഗ് തന്നെയാണ്. ഇപ്പൊ തന്നെ നടന്നത് എന്തായാലും നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്യോമി പുള്ളിക്കാരന്റെ വലതും ഇടതും കൈ ക്രോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരന്റെ ആ വെപ്പൺസ് രണ്ടും കൂടെ കൂട്ടിയിടിച്ച് അതിന്റെ കളർ റെഡ് കളറായിട്ട് മാറുന്നുണ്ട്. എന്തോ ചൂടാകുന്ന മണം വരുന്നുണ്ട്. അതിനർത്ഥം എന്റെ വെപ്പൺസ് റെഡ് കളറായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് കുറെ നേരം ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്റെ ഒഫൻസീവ് പവർ ഇപ്പോഴും കൂടിയിട്ടുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ മുസാന്റെ ഒരു പകുതി ഭാഗം, നെഞ്ചിന്റെ പകുതി ഭാഗം നമ്മുടെ ഗ്യോമി അടിച്ച് പൊട്ടിച്ച് കണ്ടെടുക്കും. മുസാൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് ബ്ലാങ്ക് ആയി പോകും. ആ സമയത്ത് നമ്മുടെ സനമി ഗ്യോനെ വിളിച്ചുകൊണ്ട് ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന്റെ വെപ്പന്റെ നേരെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവരുടെ വെപ്പൺസ് രണ്ടുപേരും ക്രോസ് ചെയ്യാൻ നേരത്ത് പതുക്കെ ആ ഒരു ഫോഴ്സ് കൊണ്ട് അവരുടെ 2 പേരുടെ വെപ്പൺസ് പതുക്കെ റെഡ് കളറിലേക്ക് മാറും. ഇനി സൂര്യനെ ഉദിക്കാൻ വെറും 1 മണിക്കൂർ 3 മിനിറ്റ് ഉള്ളെന്ന് പെട്ടെന്നൊരു ക്രോ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. നമ്മൾ പിന്നെ കാണുന്നത് നമ്മുടെ സനമിയുടെയും ഗ്യൂവിന്റെയും ഒരു കോംബോ അറ്റാക്ക് പോലെ നിൽക്കുന്നതാണ്. ആവശ്യത്തിന് അധികം സമയമുണ്ട്, ഞങ്ങൾ അവനെ വലിച്ച് കീറിയിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. സോ ഇനി എന്ത് സംഭവിക്കും? നമ്മുടെ സനമിയുടെയും ഗ്യൂവിന്റെ കോംബോ അറ്റാക്ക് മുസാന്റെ മേത്ത് വർക്ക് ആകുമോ ഇല്ലയോ? ഇതിനുള്ള ഉത്തരവായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇന്നത്തേക്കുള്ള ചോദ്യം ഇതാ പിടിച്ചോ. അതായത് നമ്മുടെ സെന്നിറ്റ്സും എല്ലാവരും വന്നൊരു സംഭവം നമ്മൾ കണ്ടിരുന്നു ഈ ചാപ്റ്ററിന്റെ അകത്ത്. അവർ യൂസ് ചെയ്യുന്ന ഒരു പേപ്പറും കണ്ടിരുന്നു. ഇത് ആരുടെ ബ്ലഡ് ഡീമൺ ആർട്ട് ടെക്നിക്കാണെന്ന് പറഞ്ഞാൽ മാത്രം മതി.